എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബി.എഡ് പ്രവേശനത്തിനുള്ള രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. കാലിക്കറ്റ് സർവകലാശാലയുടെ 2025-26 അധ്യയന വർഷത്തെ ബി.എഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രവേശനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ജൂൺ 16 വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷാ ഫീസ് SC/ST വിഭാഗത്തിന് 240 രൂപയും മറ്റുള്ളവർക്ക് 760 രൂപയുമാണ്. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം നിർബന്ധമായിട്ടും പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. പ്രിൻ്റ് ഔട്ട് ലഭിക്കുന്നതോടുകൂടി മാത്രമേ അപേക്ഷ പൂർണ്ണമാകൂ. സ്പോർട്സ് കോട്ട വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് തിരുവനന്തപുരത്തുള്ള കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലാണ്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിനായി സ്പോർട്സ് കോട്ടയിലേക്ക് അപേക്ഷിക്കുന്നവർ കാലിക്കറ്റ് സർവകലാശാലയുടെ 2025 ബി.എഡ് ഓൺലൈൻ അപേക്ഷ പ്രിൻ്റ് ഔട്ട്, യോഗ്യതാ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, സ്പോർട്സ് പ്രാവീണ്യം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം സെക്രട്ടറി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ തിരുവനന്തപുരം 695001 എന്ന വിലാസത്തിലേക്ക് അയക്കേണ്ടതാണ്. ഭിന്നശേഷി, കമ്മ്യൂണിറ്റി, സ്പോർട്സ്, ഡിഫൻസ് ടീച്ചേഴ്സ് എന്നീ വിഭാഗങ്ങളുടെ പ്രവേശനത്തിന് ഓൺലൈൻ അലോട്ട്മെന്റ് ഉണ്ടായിരിക്കുന്നതല്ല. പ്രസ്തുത വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്തവരുടെ റാങ്ക് ലിസ്റ്റ് അതത് കോളേജുകളിലേക്ക് നൽകുന്നതും കോളേജ് പ്രസ്തുത റാങ്ക് ലിസ്റ്റിൽ നിന്നും പ്രവേശനം നടത്തുന്നതാണ്. പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാവരും ജനറൽ മാനേജ്മെന്റ്, കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ്, ഭിന്നശേഷി വിഭാഗക്കാരും വിവിധ സംവരണ വിഭാഗക്കാരുൾപ്പെടെ ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. മാനേജ്മെന്റ് കോട്ടകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർ ഓൺലൈനായിട്ട് രജിസ്ട്രേഷന് പുറമെ പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജുകളിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. വിശദമായിട്ടുള്ള വിജ്ഞാപനം പ്രവേശന വിഭാഗം വെബ്സൈറ്റ് മുഖേന നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.